പിന്നെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം നേരിട്ട് കാണേണ്ടി വന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് പിന്നെ മുകുന്ദൻ ഈ കഥ എഴുതിയത് അല്ലേ. അതായത് മനുഷ്യ മനസാക്ഷി അത്രക്കും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം നേരിട്ട് കാണേണ്ടി വന്നതിന് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ സങ്കടം, ദേഷ്യം, കോപം, ഇതൊക്കെ എന്താണ് ജനങ്ങൾ അറിയണം. ഇങ്ങനത്തെ ഓരോ സമൂഹത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലേ, ഇതിങ്ങനെ നടക്കരുത്. അപ്പോൾ ജനങ്ങൾ അറിഞ്ഞിട്ട് ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, ആ ചോദ്യം ചെയ്തേ പറ്റൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മുകുന്ദൻ ഈ കഥ ആ ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും വീടിനകത്തിരുന്ന് കണ്ട് രസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. എന്ത് തന്നെ ചുറ്റുപാട് സംഭവിച്ചാലും വീടിനകത്തിരുന്ന് കണ്ട് നല്ല ആനന്ദിക്കുന്നു. അതായത് നമ്മൾ വയനാട് ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ പലരും എന്ത് ചെയ്തു, നേരെ വയനാടിലേക്ക് പോയിട്ട് സന്നദ്ധ സംഘത്തിലും അല്ലാതെയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും പല രൂപത്തിലും ചെയ്തു. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, 100-ൽ 1-2 ആളുകളെ ഒന്നും എല്ലാ വിവരങ്ങളും അറിഞ്ഞിങ്ങനെ വീട്ടിലിരിക്കുക, ഒരു നിസ്സംഗതാഭാവം, നമ്മളൊന്നിലേക്കില്ല, അവിടെ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ അത്തരം ഒരു നിസ്സംഗത. പക്ഷെ അവർക്ക് ആരോട് വെറുപ്പോ കാര്യമൊന്നുമില്ല. പക്ഷെ അവരങ്ങനെയാണ് പ്രതികരിക്കാനോ പിന്നെ അവിടെ പോയിട്ട് നോക്കാനോ അവരെ കോർഡിനേറ്റ് ചെയ്ത് സഹായിക്കാനോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾക്കൊന്നും പറ്റുന്നില്ല. ഈ കഥയിലൂടെ ഇതുപോലുള്ള ഒരു തെമ്മാടിത്തരം നടന്നതിനെ ശബ്ദിക്കാൻ ആ മഹാനഗരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം. ജനസമുദ്രത്തിന് മുന്നിൽ ഘോരം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ ഇത് കണ്ടില്ലെന്ന് വരാം. നിരപരാധികളായ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നത് കണ്ട് രസിക്കുന്ന ആൾക്കൂട്ടം എല്ലാ നഗരങ്ങളിലും കാണാം. മനസാക്ഷി നഷ്ടപ്പെട്ടവർ ഈ നരഹത്യ കണ്ട് ആർക്കും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ നരഹത്യ കണ്ട് ആരും പ്രതിഷേധിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇത്രയും ക്രൂരമായ ഒരു യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന കുടുംബങ്ങളെ പിന്നെ തല്ലുന്നതും കൊല്ലുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് സമൂഹം. ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചു. മനസാക്ഷി നഷ്ടപ്പെട്ടവരാണ്. നരഹത്യ കണ്ട് ആർക്കും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റ് എഴുതണം കേട്ടോ. ഈ എന്തെഴുതണം, ഇതെല്ലാം കണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നാളെ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം അനുഭവം ഉണ്ടാകാം എന്നാരും ഓർക്കുന്നില്ല. ഒരു പക്ഷേ ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്ക് ഇതുണ്ടാവാം എന്നാരും ഓർക്കുന്നില്ല. ഒരു കൊച്ചരിപ്രാവിൻ്റെ പ്രതിഷേധം പ്രതീകാത്മകമായിട്ടാണ് എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തോടുള്ള മുകുന്ദൻ്റെ പ്രതിഷേധമാണ് ഡൽഹി 1981 എന്ന കഥ. അത് ആ കൊച്ചരിപ്രാവിൻ്റെ പ്രതിഷേധം പോലെയാവും. അപ്പോൾ ഒരു കൊച്ചരിപ്രാവിൻ്റെ പ്രതിഷേധം പോലെയാണ് എന്നാണ് പറയുന്നത് അല്ലേ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവത്തെയാണ് കഥയാക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇത്. രണ്ടാമത്തെ പോയിന്റ്, പ്രതികരണശേഷിയില്ലാത്ത ഭരണാധികാരിയുടെ കഴിവില്ലായ്മയെ നിശിതമായി പരിഹസിക്കുന്ന കഥയാണിത്. ഓക്കെ, പ്രതികരണശേഷിയില്ലാത്ത ഭരണാധികാരികളുടെ കഴിവില്ലായ്മയെ, പ്രതികരണശേഷിയില്ലാത്ത പിന്നെ ഭരണാധികാരികളുടെ കഴിവില്ലായ്മയെ അല്ലേ. പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ഭരണാധികാരി, അവരുടെ കഴിവില്ലായ്മയാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ നാളെ നമുക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകാമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സഹജീവികൾക്ക് ഒരപകടം വന്നപ്പോൾ അത് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയും ഇവിടെ സഹജീവി സ്വന്തം കൂടപ്പിറപ്പുള്ള ആളുകളെ അങ്ങനെ ഉപദ്രവിക്കും, അത് കണ്ടു നിന്ന് നോക്കുന്നവരില്ല, അവരുടെ ഒരു മനോഭാവം കൂടി ഇവിടെ വ്യക്തമാക്കുന്നു. മുകുന്ദൻ 30 വർഷങ്ങൾക്ക് മുൻപേ എഴുതിയ കഥ പിന്നീട് ഡൽഹിയിൽ അരങ്ങേറിയെന്നത് എഴുത്തുകാരൻ്റെ ക്രാന്തദർശികമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ മുകുന്ദൻ 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ കഥ പിന്നീട് ഡൽഹിയിൽ അരങ്ങേറിയെന്നതാണ് എഴുത്തുകാരൻ്റെ ഒരു കാട്ടിത്തരുന്നത് അല്ലേ. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം, അതായത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുക എന്ന് പറഞ്ഞത് അത്രക്കും എന്താണ് സ്റ്റെക്കായി ഷോക്കാണ്. കാരണം മുന്നിൽ സ്ത്രീകളും കുട്ടികളുടെയും നിലവിളികളും ദീനരോധനങ്ങളും കുട്ടികളൊക്കെ ഉപദ്രവിക്കുമ്പോൾ എത്രത്തോളം പാവമാണ് ചെയ്യുന്നത് അല്ലേ, പാപമാണ് ചെയ്യുന്നത് പാവമായ ആളുകളെ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞ സമൂഹം ഭയങ്കരമായിട്ട് അധപതിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എല്ലാവരെയും ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ എഴുത്തുകാരൻ, എന്നാലും ഇത് പ്രതികരിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ അസൈൻമെൻറ്റ് ചെയ്യാനുള്ളത് ആധുനിക കഥകളുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുക. ആധുനിക സമകാലിക സാഹിത്യ പ്രവണതകൾ മുകുന്ദൻ്റെ കൃതികൾ എത്രത്തോളം വെളിവാകുന്നു ചർച്ച ചെയ്യുക. റഫറൻസ് ഡോക്ടർ NK രവികുമാർ, കഥയും ഭാവുകത്വ പരിണാമവും സാഹിത്യ
പ്രവർത്തക സഹകരണ സംഘം, കോട്ടയം, ചാലിയം എന്നൊക്കെ പറയുന്നു അല്ലേ. പിന്നെ റെയിൽപാളത്തിൽ ഇരുന്ന ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്നുള്ളൊരു കഥയാണ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൽഹി 1981 ഡൽഹിയിൽ നടന്ന ഒരു ക്രൂരമായ ജനങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ച. അതിൽ ചെറുകഥയുടെ ആധുനിക ഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ, സമകാലീന സാമൂഹിക പ്രശ്നങ്ങളും സാമൂഹിക പ്രതികരണശേഷി ഇല്ലാത്തൊരു സമൂഹം എന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മുടെ എഴുത്തുകാരൻ ചോദിക്കുന്നു അല്ലേ. കൂടാതെ അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹത്തിന് കുറേ എഴുതിയ രചനകൾ മിസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ കണ്ടന്റ് പറഞ്ഞു അല്ലെ, കൺക്ലൂഷനായി. അപ്പോൾ പിന്നെന്താണ് കഥയുടെ ഉള്ളടക്കം നിങ്ങൾക്ക് നന്നായി മനസ്സിലാവണം, എങ്കിലേ എന്തുള്ളൂ പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റൂ കേട്ടോ. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഒരു പാഠമാണ് റെയിൽപാളത്തിൽ ഇരുന്ന ഒരു കുടുംബം ധ്യാനിക്കുന്നു. എഴുതിയത് UK കുമാരനാണ് എഴുതിയത്. എന്നാൽ റെയിൽപാളത്തിൽ ഇരുന്ന് ഒരു കുടുംബം ധ്യാനിക്കുന്നു. അതിൻ്റെ പോയിന്റ്സ് എന്താണെന്ന് വിചാരിച്ചാൽ ആധുനികാന്തര സമൂഹത്തെയും ആധുനിക സാഹിത്യത്തെയും ഈ കഥ വിമർശന ബുദ്ധിയോടെയാണ് സമീപിക്കുന്നത്. ഈ ഒരു കഥ, അതായത് ഏത് കഥ? റെയിൽപാളത്തിൽ ഇരുന്ന ഒരു കുടുംബം ധ്യാനിക്കുന്നു എന്ന കഥ ആധുനിക സമൂഹത്തെയും സാഹിത്യത്തെയും ബുദ്ധിയോടെ കുറേ കലാസാഹിത്യ കാലാനുസൃതമായി രൂപപരമായ ഭാവത്വപരമായി സംഭവിക്കുന്നു. ജീവിത യാഥാർത്ഥ്യം എന്ന് തന്നെയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ യഥാർത്ഥ കലാകാരന് സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്നു അല്ലേ. ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്, നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് ഏത് കഥയിലൂടെ പറയുന്നു? UK കുമാരൻ എന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പിന്നെ റെയിൽപാളത്തിൽ ഇരുന്ന് കുടുംബം ധ്യാനിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അവർ റെയിൽപാളത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്നു എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? നവീനത പ്രബലമായിരുന്ന കാലയളവിലാണ് UK കുമാരൻ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നത്. UK കുമാരൻ ഇൻട്രൊഡക്ഷനും പിന്നെ അതിലൊരു കണ്ടന്റും ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? കൺക്ലൂഷൻ ഉണ്ടാവും, ചേരുംപടി ചേർക്കാനുണ്ടാവും, വൺ വേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പം ഈ ഇൻട്രൊഡക്ഷൻ എന്താ? നവീനത പ്രബലമായിരുന്ന കാലയളവിലാണ് UK കുമാരൻ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്നത്. എന്നാൽ നവീനതയുടെ ദർശനപരവും രചനാപരവുമായ പ്രത്യേകതകളെ UK കുമാരൻ പിന്തുടർന്നില്ല. സാമൂഹിക ബന്ധങ്ങളിലെ ദയാരാഹിത്യവും യാന്ത്രികമായി കൊണ്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ UK കുമാരൻ തൻ്റെ രചനകളിലൂടെ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നു. ആർഭാടരഹിതമായ ഭാഷയിൽ വിവരണാത്മകമായി കഥ പറഞ്ഞു പോകുന്ന പതിവാണ് ഇതിലൂടെയുള്ളത് അല്ലേ. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? തക്ഷൻ കുന്ന് സ്വരൂപം, എഴുതപ്പെട്ടത്, വലയം, അങ്ങനെ കുറേ കൃതികളുണ്ട്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് ഡൽഹി മറന്നു പോകരുത്. പിന്നെ ഇത് മിസ് ഈ ഒരു നെക്സ്റ്റ് പാഠം വ്യക്തമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.